ഈ അകത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള ചില പരാതികൾ CPM ഉന്നയിച്ചിരുന്നു. അതിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഈ കൗൺസിൽ ഹാളിൽ നടക്കുന്നു എന്നതാണ്. ഈ CPM സ്ഥാനാർത്ഥിയായി വിജയിച്ച SP ദീപക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഈ കൗൺസിൽ ഉന്നയിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടറുമായി ചർച്ച നടക്കുകയാണ്. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, പക്ഷേ ഈ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഈ നിയമവിരുദ്ധമാണ്, അത് സത്യപ്രതിജ്ഞ ലംഘനം എന്നതാണ് CPM ഒരു പരാതിയായി ഉന്നയിച്ചത്. ജില്ലാ കളക്ടർക്ക് CPM പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം SP ദീപക് ഈ കൗൺസിൽ ഹാളിൽ ഈ വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഒരു ചർച്ച ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിൽ നടക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ അടക്കം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. നിരവധി BJP കൗൺസിലർമാരാണ് ദൈവങ്ങളുടെ പേരിൽ പത്മനാഭസ്വാമിയുടെയും ആറ്റുകാലമ്മയുടെയും ഉൾപ്പെടെയുള്ള പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇത് സത്യപ്രതിജ്ഞ ലംഘനം എന്നതാണ് CPM പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ നിലപാട് ഏറെ നിർണായകമായിരിക്കും. ഈ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നതായിരുന്നു CPM മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം. ഇതിൽ ജില്ലാ കളക്ടർ എന്ത് നടപടി സ്വീകരിക്കും, എന്ത് മറുപടിയായിരിക്കും ജില്ലാ കളക്ടർ നൽകിയിരിക്കുക എന്നത് ഏറെ നിർണായകമാണ്. അല്പസമയത്തിനകം തന്നെ ഈ മാധ്യമങ്ങളെയും മറ്റ് ആളുകളെയും ഒക്കെ തന്നെ ഈ കൗൺസിൽ ഹാളിലേക്ക് പ്രവേശിപ്പിക്കും. അതിനുശേഷമായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുന്നത്. 51 അംഗങ്ങളുടെ പിന്തുണ നിലവിൽ BJP തിരുവനന്തപുരം നഗരസഭയിൽ വോട്ടെടുപ്പ് പൂർത്തിയായി എന്നാണ് ലഭ്യമാകുന്ന വിവരം. മാധ്യമങ്ങൾക്ക് കൗൺസിൽ ഹാളിലേക്ക് പ്രവേശനമില്ല. വിവരങ്ങൾ നൽകിയത് MG പ്രതീഷാണ്. അതിനിടെ CPIM അംഗം SP ദീപക് ചില പരാതി നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. ഇന്നും വോട്ടെടുപ്പിന് മുമ്പ് ആ വിഷയം വീണ്ടും ആവർത്തിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. അത് ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. അത് ചട്ടവിരുദ്ധമാണ് എന്നാണ് SP ദീപക് പറയുന്നത്. ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ ഒക്കെ അംഗങ്ങൾക്കെടുക്കാം, പക്ഷേ ദൈവങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണ് എന്ന് SP ദീപക് പറയുന്നു. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ എടുക്കുന്ന നിലപാടായിരിക്കും നിർണായകമായിട്ടുള്ളത്. അതുകൊണ്ടാകാം തിരുവനന്തപുരം നഗരസഭയിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വൈകുന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചന. ഇതിനകം തന്നെ കൊച്ചി കോർപ്പറേഷന്റെ മേയറായി VK മിനിമോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷന്റെ മേയറായി UDFിലെ ഡോക്ടർ നിജി ജസ്റ്റിൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ മേയറായി UDFിലെ P ഇന്ദിര തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കോട്ടയം നഗരസഭയിൽ UDFിലെ MP സന്തോഷ് കുമാറാണ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. CPIM നേതാവ് കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. രാമനാട്ടുകര നഗരസഭയിൽ UDFിലെ MK മുഹമ്മദ് അലി കല്ലടയെ നഗരസഭാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഫറോക്ക് നഗരസഭയിൽ UDFിലെ C ചന്ദ്രികയാണ് പുതിയ നഗരസഭാ അധ്യക്ഷ. ഈ നിലയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രത്യേകിച്ച് കോർപ്പറേഷനുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും അധ്യക്ഷന്മാരെ സംബന്ധിച്ച വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് ത്രിതല പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷരെ തെരഞ്ഞെടുക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.